പ്രിയ സുഹൃത്തുക്കളെ, സിനിമാ ലോകവും അല്ലാതെ വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട്. ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ് സിനിമയിലെ കഥയല്ല എന്താണെങ്കിലും അതിൽ കഥാപാത്രത്തിന് പേര് കൊടുക്കുന്നത്. അതിപ്പം വന്നേക്കുന്നത് സുരേഷ് ഗോപി അഭിനയിക്കുന്ന പടത്തിൽ ജാനകി എന്നൊരു പേര് വന്നു. ഈ ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണ്. സീതാദേവിക്ക് ഏതാണ്ട് 100-ൽ പരം പേരുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. വൈദേഹി എന്നുള്ളത് അപ്പോൾ വി ജാനകി എന്നിട്ട് വൈദേഹി ജാനകി എന്ന് വരത്തില്ലേ? അപ്പോൾ വി ഇടാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു സൃഷ്ടിയും വരാൻ പാടില്ല. ചിന്താവിഷ്ടയായ സീത, എന്തെല്ലാം കൃതികൾ സീതാദേവിയുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇത് എനിക്കറിഞ്ഞൂടെ സെൻസർ ബോർഡൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. അപ്പോൾ ഹൈക്കോർട്ടിലാണ് പോയി കിടക്കുന്ന ഈ കേസ്. എന്നാ ഒരു പേരിൻ്റെ പേരിൽ ഒന്ന്. 2, ഈ മുസ്ലിങ്ങളെ നോക്കുമ്പോൾ മുഹമ്മദ് എന്നൊരു പേരുണ്ടല്ലോ, മുസ്തഫ എന്നൊരു പേരുണ്ടല്ലോ. അതൊരു കഥയായിട്ട് ഒരു കഥയുടെ മെമ്പറാവാൻ പാടില്ലേ? അല്ലെങ്കിൽ ആ പേര് വന്നുകൂടെ? ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തു എന്നൊരു പേരുണ്ട്. ക്രിസ്തു എന്നുള്ള പേര്, യേശു എന്നുള്ള പേരുണ്ട്, മേരി എന്നുള്ള പേരുണ്ട്, ജോസഫ് എന്നുള്ള പേരുണ്ട്. അവസാനം ഒരു പിശാചിൻ്റെ പേരും വെച്ചൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ മോഹൻലാൽ, ലൂസിഫർ. അത് ബൈബിളിലെ കഥാപാത്രമാണ്. പിശാചൊക്കെ പക്ഷേ ലൂസിഫർ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ നമ്മുടെ ലോകം എവിടെ ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെയൊക്കെ വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സ് കേരളത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഇതേ ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ജാനകി എന്ന് കേട്ടാലേ അടിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും തോന്നില്ല. പക്ഷേ ഇതായിരിക്കും അവരുടെ ചിന്താഗതി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ യു പി പോലുള്ള ഒരു സംസ്ഥാനത്തിലോ, യു പി അങ്ങനെ മോശമായിട്ട് എനിക്ക് കാണുന്നില്ല, എവിടെയെങ്കിലും തീവ്രവാദികളെ പോലെ വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് പ്രതികരിക്കുമായിരിക്കും. എന്തായാലും ഇതൊരു നല്ല പ്രവണതയല്ല. ഇനിയിപ്പോൾ ഒരു സിനിമയ്ക്ക് പേരിടണേ പോലും നമ്മൾ ജാതി നോക്കേണ്ടി വരുന്നു. ഒരു കഥാപാത്രത്തെക്കുറിച്ചൊരു കഥ എഴുതണമെങ്കിൽ പോലും അവിടെ നമ്മൾ ജാതി നോക്കേണ്ടി വരുന്നു. ഈ ജാതിയുടെ പേരിൽ ചുമ്മാ അല്ല നമ്മുടെ നാട്ടിലെ വിവേകാനന്ദൻ വന്നിറങ്ങിയിട്ട് ഇത് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ഭ്രാന്താലയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇന്നുമുണ്ട്. ഞാൻ നിർത്തുന്നു. ജോൺസൺ കരുതും.